ഓക്കെ. അപ്പോ എന്താ ഞാൻ പറഞ്ഞ PPT. PPT. ഈ PPT നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റി വരുത്താനാണ് ഞാനിത് ചെയ്തത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് സാധനമുണ്ട്. എല്ലാം ആർക്കും പഠിച്ചതില്ല. പക്ഷെ പഠിക്കുന്നത് നിങ്ങൾ ക്ലാരിറ്റിയോട് കൂടി പോവാ. ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. നമ്മൾ SEO പഠിച്ചുകൊണ്ടിരിക്കുന്നു. SEOയിൽ നമ്മൾ പല ടേമുകൾ പഠിച്ചു. ഇംപ്രഷൻ, ക്ലിക്ക്, CTR, എൻക്വയറി, ഇങ്ങനെ പലതും പഠിച്ചോ? പഠിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പൊ ശ്രുതിക്കാണെങ്കിൽ ഒരുപാട് ഡൗട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ശ്രുതിക്ക് പഠിക്കാൻ പറ്റുമോ, ഇത് അതെ, ചെയ്യാൻ പറ്റുമോ, കൺഫ്യൂഷൻ ആയിരുന്നു. ഇനി സത്യം. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണോ? ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു മാർക്കറ്റ് നിറച്ച ഒരുപാട് ഫ്രോഡ് പരിപാടികൾ നടക്കുന്നതാണ്. നിങ്ങളാൽ എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ഭയങ്കര കൺഫ്യൂഷനാണ്. അതാണ് സാർ, നമ്മൾ 4-5 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വിളിച്ചു വെച്ചു. അപ്പം എനിക്കറിയാന്ന് ഞാൻ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനത്തെ വേണ്ടേ, ചോദിച്ചത്. ഞാൻ അങ്ങനെ തന്നെ വേണ്ട. ഞാൻ അതിൽ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ പറയുന്നത്. ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. മാർക്കറ്റ് അങ്ങനെയാണ്, നിറച്ച് അങ്ങനെയാണ്. ഞാൻ ശ്രുതിയുടെ അടുത്തപ്പോ ഞാൻ എന്റെ എല്ലാ കാൻഡിഡേറ്റ്സും ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഇപ്പൊ അടുത്ത ആഴ്ച കുറെ കൂടി പിള്ളേര് നമ്മുടെ ബാച്ചിലേക്ക് കയറും, അടുത്ത ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ എക്സ്പെർട്ടിന്റെ ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെന്ററിങ് ആയാലും എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഒരു റൈറ്റ് ഡയറക്ഷൻ കിട്ടും. റൈറ്റ് ഡയറക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ സ്കോപ്പും ഡെപ്തും എല്ലാം അറിയണമെങ്കിൽ ഒരു എക്സ്പെർട്ടിന്റെ അടുത്ത് പഠിക്കണം. എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്നെ പോലുള്ള എക്സ്പെർട്ടുകളിൽ നിന്ന് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓൺലൈൻ പഠിച്ചാൽ മതി. കാരണം ഓൺലൈനാണ് ബെസ്റ്റ്. നിങ്ങൾക്ക് തന്നെ തോന്നണ്ടോ? അതെ. ഓൺലൈനാണ് ബെസ്റ്റ്. നിങ്ങൾക്ക് ക്ലാസ് വീണ്ടും കേൾക്കാം. ഓൺലൈൻ അപ്ലൈ ചെയ്യണു, സ്ക്രീൻ ഷെയർ ചെയ്യണു, ഡൗട്ട് ചോദിക്കുന്നതിനും കുഴപ്പമില്ല. ഒരു മറ്റേത് കുഴപ്പമില്ല. ക്ലാസ്സിലാണെങ്കിൽ നമുക്കൊരു ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. ആകെ ഉള്ളത് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വൈബ് ഉണ്ടാവും. അതും ഒരേപോലത്തെ പിള്ളേരായാലും വൈബ് വരൂ. അതെ. ക്ലിയർ? ഇത് നിങ്ങൾക്ക് ചോദിക്കുന്നില്ലല്ലോ, വീഡിയോ ഓഫ് ചെയ്യുന്നു, ചോദിക്കുന്നു വീണ്ടും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ചോദിക്കാൻ മടിയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, റെക്കോർഡ് ക്ലാസ് വീണ്ടും വീണ്ടും കേൾക്കാം. കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ആയി അടുത്ത ദിവസം വരുമ്പോൾ ഒന്നും കൂടി പ്രിപ്പയർഡ് ആവാം. പിന്നെ ലാപ്ടോപ്പ് വേണം, പ്രാക്ടിക്കലി ചെയ്യണം. നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടണം. അത് ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും. ഇത് ഇനി ഓൺലൈനിൽ ചെയ്യേണ്ട ഒരു സാധനമാണ്, അല്ലാണ്ട് ഓഫ്ലൈനിൽ പോയി ചെയ്യണം. ഓൺലൈൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇപ്പൊ സ്ക്രീൻ ഷെയറിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിങ്ങളും സിസ്റ്റമായിട്ട് കുറെ കൂടി കംഫർട്ട് ആയിട്ടുണ്ടാവാം. ടൈപ്പ് ചെയ്യണു, സ്ക്രീൻ ഷെയർ ചെയ്യണു, അത് ചെയ്യണു, ടെക്നോളജി നോക്കണം, ഇന്റർനെറ്റ്. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിക്ക് വേണ്ട ക്വാളിറ്റി. ഇത് ഞാൻ പലരോടും പറഞ്ഞിട്ട് പലരും മനസ്സിലാക്കുന്നില്ല. ഓക്കെ. ഇനി ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. എന്റെ ഓഫീസിലെ ഒരു പയ്യൻ ഓഫ്ലൈൻ പഠിക്കാൻ പറ്റുന്നുണ്ട്. പുള്ളിക്ക് എൻ്റെ അടുത്ത് തന്നെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചില സമയത്തൊക്കെ ബിസിയാണ്. പുള്ളി എന്തുകൊണ്ട് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ വിശ്വസിക്കില്ല. പുള്ളി ഓഫ്ലൈനിൽ വന്നിട്ട് ഇപ്പൊ 2 മാസം ഞാൻ ഒരു ക്ലാസ് പോലും എടുത്തിട്ടില്ല. പുള്ളി ക്ലാസ്സിൽ വരുന്നു, ഞാൻ എൻ്റെ വീഡിയോസുകൾ കാണുന്നു, പ്രാക്ടിക്കലി ചെയ്യുന്നു, ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ടായിട്ട് വരുന്നു. പുള്ളിന്ന് എക്സ്പെർട്ടാണ്. പുള്ളിക്ക് 22,000 സാലറി വരെ കിട്ടിക്കാണ്. പുള്ളി പോണില്ല, പുള്ളിക്ക് സ്വന്തം ബിസിനസ്സിലേക്ക് അപ്ലൈ ആണ്. പുള്ളി BBA ഒക്കെ പഠിച്ചൊരു പയ്യനാണല്ലോ. 21-22 വയസ്സുള്ളൂ. നിങ്ങൾ എൻ്റെ എപ്പോഴെങ്കിലും ഓഫീസിൽ വന്നാൽ ഞാൻ അവനെ കാണിച്ചു തരാം. ഒറ്റ ക്ലാസ് ഞാൻ അവൻ എടുത്തിട്ടില്ല. പക്ഷെ അവന് ഇരുന്ന് പഠിക്കുന്ന ഒരു പഠിത്തമുണ്ട്. ക്ലാസ്സിൽ വന്ന് വീഡിയോ കാണുന്നു, ചെയ്യുന്നു. അപൂർവങ്ങൾ എന്തെങ്കിലും ഡൗട്ട് എൻ്റെ അടുത്തൊന്നും ചോദിക്കുകയാണ്. ഇങ്ങനെയും പിള്ളേരുണ്ട്. ഓക്കെ. ഇനി അപ്പൊ ഞാൻ ഒന്നും കൂടി ഞാൻ പറയാൻ വന്ന പോയിന്റ് മറന്നുപോയി. അതായത് നമ്മളിപ്പോ SEO ആണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി, SEO ചെയ്യുന്നത് ഇന്റർനെറ്റിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാനാണ്. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയും. ഇത് സോഷ്യൽ മീഡിയയിലുണ്ട്. ഇംപ്രഷൻ, ക്ലിക്ക്, CTR, ലീഡ് സോഷ്യൽ മീഡിയയിലുണ്ട്. ഇത് തന്നെയാണ് ഗൂഗിൾ ആഡ്സ്. ഇത് തന്നെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇത് തന്നെയാണ് യൂട്യൂബ് പ്രൊമോഷൻ. എവറിത്തിങ് സെയിം. എല്ലാം ഇന്റർനെറ്റിൽ നിന്ന് പല മോഡലിൽ നിന്നാണ്. മറ്റേത് ഗൂഗിളിൽ നിന്ന് കൊണ്ടുവന്നു, സെയിം കോൺസെപ്റ്റ്, ക്ലിക്ക് ഇംപ്രഷൻ. പിന്നെ ഫേസ്ബുക്കിൽ നിന്ന് കൊണ്ടുവന്നു, ക്ലിക്ക് ഇംപ്രഷൻ.
യൂട്യൂബിൽ നിന്ന് കൊണ്ടാണ് ക്ലിക്ക് ഇംപ്രഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളൊരു ഒരു ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നതിന് തുല്യമാണ് ഒരു ടോപ്പിക് പഠിച്ചാൽ ബാക്കി എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് ടക്കടക്കേന്ന് കിട്ടും. നമുക്കറിയാം, ഒരു 2 വീലർ പഠിച്ച വേറെ 2 വീലർ ഓടിക്കുമ്പോൾ തുടക്കം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. പക്ഷെ ഒരു മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിലെ കൺട്രോൾ വരും. കാറായാലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണിത്. അതുകൊണ്ടാണ് ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ ഞാൻ പറയുന്നത്. എന്തിനു ചെയ്യുന്നു, എന്താണ് പർപ്പസ്. ക്ലിയർ ആണോ? അതെ സർ. ഷെഹ്മ ക്ലിയർ ആണോ? ക്ലിയർ സർ. സൂപ്പർ. ഇനി നമ്മൾ SEO നിങ്ങൾക്ക് അറിയാം, ഇതൊന്നും വായിക്കുക എല്ലാവരും. SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒപ്റ്റിമൈസിങ് വെബ്സൈറ്റ് ടു റാങ്ക് ഹയർ ഇൻ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. ആ ടേം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ എഴുതിക്കോ. ആ ടേം എഴുതിക്കാനാണ് ഞാൻ പറയുന്നത്. SERP. ചില ടേമുകൾ നിങ്ങൾ ഫെമിലിയർ. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ ഒരു വീഡിയോസുകൾ കാണുമ്പോഴോ ഇവന്റിനൊക്കെ പോകുമ്പോഴോ നിങ്ങൾക്ക് കുറെ കൂടി ഐഡിയ കിട്ടും. ആ ടൈം കേട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യില്ലേ, ആ റിസൾട്ട് പേജാണ് SERP എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്? കീവേഡ് റിസർച്ച്, നിങ്ങൾക്ക് ഓൾറെഡി നോ. കോണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ, യു ഓൾറെഡി ഡിഡ് ഇറ്റ്. ബിൽഡിംഗ് ബാക്ക്ലിങ്സ്. ബാക്ക്ലിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നോ? ഇല്ല, പഠിച്ചില്ലല്ലോ. ലിങ്ക് പഠിച്ചിട്ടില്ല. ഇല്ല. അതൊന്നും ഇത് കഴിയുമ്പോൾ എടുക്കുന്ന ടോപ്പിക്കാണ്. ബാക്ക്ലിങ്ക്. Ultimate goal of SEO is to drive more organic traffic to website. നമ്മൾ കീവേഡ് മുകളിലേക്ക് വരുത്താനൊന്നല്ല നമ്മുടെ അൾട്ടിമേറ്റ് ആണ്. അതാണ് അൾട്ടിമേറ്റ് ഗോൾ. എന്താണ് ഓർഗാനിക് ട്രാഫിക് എന്ന് പറഞ്ഞിട്ട്? ഫ്രീ ട്രാഫിക്. SEOയിലെ ട്രാഫിക്കിനെ പറയുന്ന പേരാണ് എന്ത്? ഓർഗാനിക് ട്രാഫിക്. ക്ലിയർ ആണോ? അല്ല, ഓർഗാനിക് ട്രാഫിക് എന്നാണ് അതിനെ ആ ടേം എഴുതി വെക്കുക. ഓർഗാനിക് ട്രാഫിക്. ഞാനൊരു കാപ്പി പിടിച്ച കുഴപ്പമില്ലല്ലോ. ഇതിന്ന് 6ാമത്തെ സെഷനാണ്. അതായത് ഞാൻ ഭാരതമാത കോളേജിൽ എടുക്കുന്നുണ്ട്. അവിടെ ഒരു 4 ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം. ഇത് തന്നെ സെയിം ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് അവർ വേറെ സ്ഥലത്തേക്ക് കൊടുത്തത്. അത് പിന്നെ നമ്മളെ അടുത്തേക്ക് എല്ലാം തന്നു. ഒരു 130 പിള്ളേർ എടുക്കുന്നതാ ഓഫ്ലൈൻ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ഒക്കെ ആവാൻ എത്ര എക്സ്പീരിയൻസ് ആണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ആവാനൊക്കെ എക്സ്പീരിയൻസ്? ചോദ്യം മനസ്സിലായില്ല, എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ആവാന് എക്സ്പീരിയൻസ് വേണോ? ഓക്കെ, ഗുഡ് ചോദ്യം. നിങ്ങൾ എന്ത് മനസ്സിലുണ്ടെങ്കിലും ചോദിച്ചു. ചില ചോദ്യങ്ങൾ എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയാം. ഇതൊരു സ്കില്ലാണ്. ഈ സ്കില്ല് ഒരു 2 മാസം കൊണ്ട് ഇത് അക്വയർ ചെയ്യും. എങ്ങനെ അക്വയർ ചെയ്യണേ? കൃത്യമായി കാര്യങ്ങൾ പഠിക്കും. ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇതിന്റെ ടെക്നിക്ക് പിടുത്തം കിട്ടും. അവന്റെ ബ്രില്യൻസ് ആണ് എത്ര ഫാസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത്. നിങ്ങൾ ഇതിലൊരു ഡെസിഗ്നേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് ഹൈ ക്വാളിറ്റി ഡാറ്റ എടുക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് മാനേജറാണ്. ക്ലിയർ ആയോ? ഒരു കമ്പനിക്ക് വേണ്ടത് നിങ്ങളെ ഞാൻ അപ്പോയിന്റ് ചെയ്തു. നിങ്ങൾ നാളെ തൊട്ട് എനിക്ക് ഹൈ ക്വാളിറ്റി ഡാറ്റ തരാൻ പഠിച്ചു. അതാണ് ഇതിന്റെ അൾട്ടിമേറ്റ്. അല്ലാണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ, സ്റ്റോക്ക് മാനേജർ എന്നൊന്നുമില്ല. മാനേജറായിട്ട് അവന് ഡാറ്റ എടുക്കാൻ പറ്റില്ലെങ്കിൽ അവന് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് ഒരു സ്കില്ലാണ്. ഇത് സ്കിൽ. അപ്പൊ ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്കില്ലാണ്. നിങ്ങൾക്ക് മനസ്സിലായി ഇതില് കോണ്ടന്റ് റൈറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നല്ല റൈറ്ററെ കണ്ടെത്തി നിങ്ങൾ ചില കീവേഡുകളൊക്കെ ആൾക്ക് കൊടുത്ത് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവന്റെ കണ്ടന്റ് റൈറ്റ് ചെയ്ത് വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇടണം. അപ്പൊ കണ്ടന്റ് റൈറ്ററായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ബ്രില്യൻസ് ആണ് നല്ല റൈറ്റർ ആരാ, നല്ല രീതിയിൽ എങ്ങനെ കണ്ടന്റ് കണ്ടുപിടിക്കാം. ക്ലിയർ? വെബ്സൈറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ നിങ്ങൾ വെബ്സൈറ്റ് ഡിസൈനറായിട്ട് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പഠിക്കണം. അവിടെയൊക്കെ മാനേജ്മെന്റ് സ്കിൽ ഉണ്ടാവണം. നിങ്ങൾ എന്ത് നല്ല ഡിസൈൻ ചെയ്തെടുത്തു, സൈറ്റ് ഫാസ്റ്റ് ആണെന്നൊക്കെ. സൈറ്റ് ഫാസ്റ്റ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൂളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. സൈറ്റ് ഫാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ വെബ്സൈറ്റ് ചെയ്തവരോട് പറയണം സൈറ്റ് ഈസ് ടു സ്ലോ.
അതുകൊണ്ട് നമ്മുടെ സൈറ്റ് SEO ടോപ്പിലല്ല ഡൗൺ ആണ്. പ്ലീസ് കറക്റ്റ് ഇറ്റ്. അവനെ കൊണ്ട് ഇത് കറക്റ്റ് ചെയ്യിപ്പിച്ചു. നിങ്ങൾ ഞാൻ ചില ബാനറിലൊക്കെ കാണിച്ചു തന്നു. നിങ്ങൾ ബാനർ ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾ യു ആർ നോട്ട് എ ഗുഡ് ഡിസൈനർ. മാർക്കറ്റിൽ നല്ല നല്ല ഡിസൈനേഴ്സ് ഉണ്ട്. അവരെ കൊണ്ട് നിങ്ങൾ ബാനർ വാങ്ങിച്ചെടുത്തു. ഐഡിയ കിട്ടണ്ടോ? അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നതാ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നത്? നിങ്ങളാണ് കമ്പനിക്ക് ബിസിനസ് കൊണ്ടുവരണേ. നിങ്ങൾ ഒരു ബിസിനസ് കൊണ്ടുവരാൻ പഠിച്ചു. ആ ഒരു ബിസിനസ് ഉള്ളത് 10 ആക്കാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് മതി. ആ ടെക്നിക്ക് പഠിത്തം കിട്ടിയ ബഡ്ജറ്റ് കൂട്ടിയ ഗെയിം കിട്ടാണ്. ആ ഗെയിം പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മിടുക്ക്. ചിലവർ പെട്ടെന്ന് പഠിക്കും. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, നിങ്ങൾ കേട്ടോന്ന് അറിയില്ല, waytonikah.com എന്ന് പറയും. മനസ്സിലായോ? പുള്ളി ഒരു മാസം എനിക്ക് തോന്നുന്നു മോർ ദാൻ 1 CR കൂടുതൽ ബിസിനസ് ചെയ്യേണ്ടത്. എൻ്റെ അടുത്തുനിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചാളാ. പക്ഷെ ആള് വെരി ബ്രില്യൻ. ആളത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയാം. അതാ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ബ്രില്യൻസ് ആണ്. ചിലർ പെട്ടെന്ന് അപ്ലൈ ചെയ്യും, ചിലർ പെട്ടെന്ന് അടുത്ത ലെവലിൽ പോകും. നിങ്ങൾ എത്ര ടൈം എടുക്കുന്നു, എഫേർട്ട് എടുക്കുന്നു എന്നാണ്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണോ ആള്? നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ ചെറിയ ചെറിയ തെറ്റായ ധാരണകൾ ഉണ്ട് ഒരുപാട്. അതൊക്കെയാണ് ഞാൻ കറക്റ്റ് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യണം? നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാണ്, നമ്മൾ എൻക്വയറി ജനറേറ്റ് ചെയ്യാണ്, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാണ്, ഇൻകം ഉണ്ടാക്കാണ്. നിങ്ങളിത് ചെയ്ത് ഇൻകം ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യില്ല. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. നിങ്ങൾ നിങ്ങളുടേതായ പ്രൊഡക്റ്റുകൾ കണ്ടെത്തും, നിങ്ങളുടേതായ കൺസൾട്ടിങ് സർവീസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്കറിയാം അതിന്റെ ഗെയിം. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ചിലവർക്ക് വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. പക്ഷെ ഇതൊരു മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് ആണ്, ബിസിനസ് മൈൻഡ് സെറ്റ് ആണ്. ബിസിനസ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ പയ്യെ നിങ്ങൾ സ്വയം ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് എല്ലാവരും. തുടക്കം നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കം വീഡിയോ മാർക്കറ്റിംഗ് ആണെന്ന് പറയുന്നത്. ചിലവർ കൃത്യമായിട്ട് കമ്പനിക്ക് വർക്ക് ചെയ്ത് അടുത്തടുത്ത ലെവലിൽ പോകുന്നവരുണ്ട്. ചിലർക്ക് അങ്ങനെ ആയിരിക്കും താല്പര്യം. ദാറ്റ് ഇസ് ഫൈൻ. അപ്പൊ അവിടെ ചിലപ്പം വലിയ വലിയ കമ്പനികൾ അങ്ങനെയാണ്. ആദ്യം എക്സിക്യൂട്ടീവ്, പിന്നെ മാർക്കറ്റിംഗ് മാനേജർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് ആവും. വലിയ വലിയ കമ്പനികളിൽ അങ്ങനെയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് ആവും. ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്ത ഹെഡിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റ്, ഞാൻ എല്ലാ ആക്ടിവിറ്റി ഓരോരുത്തരും ചെയ്യിപ്പിച്ചെടുക്കും ഞാൻ മൊത്തത്തിൽ. അപ്പൊ അത് ആ ലെവലിലേക്ക് നിങ്ങൾ എത്രയെങ്കിലും മിനിമം ഒരു 2 വർഷമെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് വർക്ക് ചെയ്യുമ്പോഴാണ് ആ ലെവലിലേക്ക് എത്താം. പല പ്രൊജക്ടുകൾ ചെയ്ത് എങ്ങനെയാണ് ഓരോരുത്തരെ ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറെ പഠിച്ചിട്ടാണ് ആ ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 1 lakh above സാലറി കിട്ടും. നേരത്തെ ചോദിച്ചതിന് ഉത്തരം കിട്ടണ്ടോ? നിങ്ങൾ ഇതിനെല്ലാത്തിനും ക്രിസ്റ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് 4 മാസത്തിനുള്ളിൽ കിട്ടും. ഇപ്പൊ തന്നെ നിങ്ങളുടെ തോട്ട് കൃത്യമാണ്. ഓരോന്ന് ചെയ്ത് വരുമ്പോൾ വീണ്ടും കുറച്ചുകൂടി ഐഡിയ കിട്ടും, വീണ്ടും കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് SEO. ഇത് ക്ലിയർ ആയല്ലോ? ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എവിടെ വന്നതെന്ന് നിങ്ങൾക്കറിയാം. അറിയാലോ, ആഡിന്റെ താഴെ വന്നത് അറിയാം. ഇതൊന്ന് വായിച്ച് നോക്കാം. ക്ലിയർ ആയോ? ഗൂഗിൾ ആണ് ഡോമിനേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഇപ്പൊ ബെയ്ഡു എന്നൊക്കെ പറയുന്നത് ചൈനയിലെ സെർച്ച് എഞ്ചിനാണ്. ചൈനക്കാർക്ക് ഒരു പ്രത്യേകത, അമേരിക്കനും ഒരു പ്രൊഡക്റ്റും ചൈനയിൽ ഉപയോഗിക്കില്ല. ഇത് ബെയ്ഡു അതാണ്. ബെയ്ഡു, ബിങ് അമേരിക്കൻ തന്നെയാണ്, ഒരു കോമൺ ആണ്. ബിങ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിനാണ്. ബിങ്
പക്ഷെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാം 99% ആൾക്കാർ ഉപയോഗിക്കുന്നത് ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്. അതായത് നിങ്ങൾ ടേമുകളൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത്. ഇത് വായിക്കുക, ഇത് മനസ്സിലാവണം നോക്കാം. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി ഇത് പറഞ്ഞുതരാം. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. നമ്മൾ ഗൂഗിളിൽ ഒരാൾ സോഷ്യൽ മീഡിയ എടുക്കുന്നത് എന്റർടൈൻമെന്റ് പർപ്പസാണ്, ടൈം പാസിന് വേണ്ടിയിട്ടാണ്. അവിടെ വച്ച് നിങ്ങൾ എന്തെങ്കിലും കണ്ട് ചിലപ്പോൾ എൻക്വയറി നടത്താം. ക്ലിയർ? പക്ഷെ ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ഓൾറെഡി മൈൻഡ് പ്രിപ്പയർ ചെയ്തിട്ടാണ് സെർച്ച് ചെയ്യുക. അവർക്ക് നല്ലത് കണ്ട് അവരപ്പം തന്നെ ഡിസിഷൻ എടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇന്റർനെറ്റിൽ ഗൂഗിളിൽ നിന്ന് വരുന്ന ഡേറ്റയ്ക്ക് ക്വാളിറ്റി കൂടുതലാണ്, കൺവേർഷൻ കൂടുതൽ കിട്ടും. ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞാല്, ഗൂഗിളിൽ നിന്ന് നമുക്കൊരു 100 ഡേറ്റ കിട്ടി. അതിൽ ചിലപ്പോൾ വേണമെങ്കിൽ 20 എണ്ണം കൺവേർട്ട് ആവും. കൺവേർട്ട് ആവാന്ന് പറയാലോ, ചിലപ്പോൾ അഡ്മിഷൻസ് എടുക്കും, ചിലപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങും. 100 എണ്ണത്തിന് 20 എണ്ണം കൺവേർട്ട് ആവും ഗൂഗിളിൽ നിന്ന്. സോഷ്യൽ മീഡിയയിൽ നിന്ന് 100 എണ്ണം വന്നാൽ ചിലപ്പോൾ 5 എണ്ണേ കൺവേർട്ട് ആവൂ. ഡിഫറൻസ് മനസ്സിലായോ? ഒന്നും കൂടി പറയണോ? മനസ്സിലായി. വെരി ഗുഡ്. ഇതൊന്ന് വായിച്ചു നോക്കാം. അതായത് കണ്ട എസ്ഇഒന്റെ ക്ലോസിംഗ് റേറ്റ് എന്ന് പറയുന്നത് 14%, 15%. കോൾഡ് കോൾ എന്ന് പറഞ്ഞിട്ടാ നമ്മൾ ഇവിടുന്ന് ചിലവർ കണ്ടില്ല, ചില സ്ഥാപനക്കാർ കണ്ടില്ല, കുറച്ച് ഡേറ്റാബേസ് എടുത്തിട്ട് വെറുതെ വിളിക്കും. കണ്ടിട്ടില്ലേ? അതിന്റെ കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞ 1% ഉള്ളൂ. SEO leads are highly effective and more likely to convert. ക്ലിയർ ആയല്ലോ? അതുപോലെ ലോങ് ടെയിൽ കീവേഡ്സ് അക്കൗണ്ട് ഫോർ 70%. അതായത് നിങ്ങൾ നേരത്തെ പല കീവേഡ് കണ്ടത്, ലോങ് ടൈം കീവേഡ് എന്ന് പറഞ്ഞാൽ അവർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ആണ്, ഹയർ ഇന്റന്റ് ഉള്ളവരാണ്. ക്ലിയർ? ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ സ്റ്റെപ്പ് 1 വെബ്സൈറ്റ്, അതേപോലെ സ്റ്റെപ്പ് 2 ടാർഗറ്റ് ഓഡിയൻസ് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ടേമും ഒരു സ്റ്റെപ്പും കൂടി ചില മിസ്സല്ല. സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് കോമ്പറ്റീറ്റർ അനാലിസിസ് ഉണ്ട്. അത് നിങ്ങൾ ആ ഒരു സ്റ്റെപ്പും കൂടി നോട്ട് ചെയ്ത് വെച്ചേരെ. നമ്മള് പറഞ്ഞിട്ടില്ല. കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ഒരു ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി സെർച്ച് ചെയ്തു, നിങ്ങളുടെ ക്ലയന്റിന്റെ സൈറ്റ് 4ാമത്തെ റാങ്ക് ഇട്ട്, അതിന്റെ അർത്ഥം 1ഉം 2ഉം 3ഉം നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആണ്. ശരിയാണോ? നിങ്ങൾ അവരെയും കുറിച്ച് പഠിക്കണം. അവരെന്തൊക്കെ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ കോണ്ടന്റ് എങ്ങനെയുണ്ട്, സൈറ്റ് എങ്ങനെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. അവരെന്താണ് ലാക്ക് ചെയ്യണം, അതിനേക്കാളും ബെറ്റർ ആക്കാൻ നോക്കാം. അതാണ് കോമ്പറ്റീറ്റർ അനാലിസിസ്. ക്ലിയർ ആയോ? ഇതൊന്ന് വായിച്ചു പെട്ടെന്ന്. എന്തെങ്കിലും ടേം അറിയാത്തുണ്ടെങ്കിൽ ഞാൻ ചില ടൂളുകൾ പറഞ്ഞിട്ടുണ്ട്. SEM, റഷ്, എന്നൊക്കെ ചില ടൂളുകൾ കീവേഡ് കണ്ടെത്താനുള്ളതുണ്ട്. അതിന് പകരം ഗൂഗിളിന്റെ തന്നെ ടൂൾ, ആ ടൂൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ.
ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്. ഇത് ഞാൻ നിങ്ങളൊരു ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒപ്റ്റിമൈസേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? നിങ്ങൾ ടൈറ്റിൽ ഇടുക, ഡിസ്ക്രിപ്ഷനിൽ ഇടുക, അല്ലെങ്കിൽ അത് എവിടെ വരുന്നത്, എങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് പഠിച്ചതാണ്. അതിൽ ലിങ്ക് ബിൽഡിംഗ് ഉണ്ട്, അത് ഞാനിപ്പോൾ എടുക്കാൻ പോണ കാര്യം അതാണ്. ഗൂഗിൾ സെർച്ച് കൺസോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇത് ഞാൻ നിങ്ങൾ ഓൾറെഡി കാണിച്ചു തന്നതാണ്. ഇത് നിങ്ങൾ ഓൾറെഡി കാണിച്ചു തന്നതാണ്. അനലൈസിംഗ് ഇംപ്രൂവ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ റാങ്കിങ് പൊസിഷൻ എത്രയുണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണെന്നുള്ള കാര്യം റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പ്. ഇനി SEOയിലുള്ള ഒരു ഫ്രോഡ് പരിപാടി ഉണ്ട്. ഫ്രോഡ് പരിപാടിയും കൂടി ഞാൻ പറയാം. ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ് കേട്ടോ. നിങ്ങൾ ആരാണ് അതിൽ പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഒരു കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ഒരു ശരിക്കും ശ്രദ്ധിക്കുക, ഒരു ആശയം പറയുള്ളൂ. നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു SEOക്കാരൻ നിങ്ങൾ അപ്രോച്ച് ചെയ്തു. അപ്രോച്ച് ചെയ്തിട്ട് പറയാണ്, നിങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 10 കീവേഡ് ഞാൻ നിങ്ങൾക്ക് ടോപ്പിലാക്കി തരാം, നമ്പർ 1 ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യും. നിങ്ങൾ ആ കീവേഡൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 10 കീവേഡും നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധമുള്ളതാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ, ഗുഡ് കീവേഡ്. ഇനി ഈ SEOക്കാരൻ ഈ 10 കീവേഡും നമ്പർ 1 ആക്കി തരുകയും ചെയ്യും. അതാണ് അതിന്റെ ഫാക്ട്, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. കാരണം പറയാൻ പറ്റുമോ? കാരണം പറയാൻ പറ്റോ? ഒന്നുകൂടി പറയണോ? അതായത് നമ്മുടെ കീവേഡ്സ് എല്ലാം ബെസ്റ്റ് ആണ്, പക്ഷെ കീവേഡ് നോക്കുമ്പോ എല്ലാം നിങ്ങൾ നോക്കുമ്പോ എല്ലാം ബിസിനസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അവര് ഫസ്റ്റ് തരുകയും ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. പറയൂ. ഇനി ഐഡിയ? ഇല്ല സർ. ആ ആള് പറയുന്ന കീവേഡ് ഒന്നും ആരും ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ടാവില്ല. മനസ്സിലായോ? കീവേഡ് നിങ്ങൾ നോക്കുമ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു, കീവേഡ്സ് ആണെങ്കിൽ അല്ല, കീവേഡ് വാല്യബിൾ ആണെങ്കിലും അത് സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ല എന്നല്ലേ? ആൾക്കാർ സെർച്ച് ചെയ്യുന്നതായിരിക്കണം. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു കീവേഡ് ഞാൻ കാണിച്ചു തരാണ്. കേരളാസ് ലീഡിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ്ഡ് ഇൻ കൊച്ചി എന്ന് ഒരാള് പറയുന്ന കീവേഡ് ഞാൻ ഫസ്റ്റ് ആക്കി തരാന്ന് പറയാണ്. ഇങ്ങനെ ആരും സെർച്ച് ചെയ്യണ്ടാവില്ല. സെർച്ച് ചെയ്തത് ടോപ്പിൽ വന്നാലല്ലേ നമുക്ക് ആൾക്കാർ അതിന് ട്രാഫിക് കിട്ടൂ. ഞാനിപ്പോ പറഞ്ഞ പോയിന്റ് കിട്ടിയോ? നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡുകൾ ആൾക്കാർ, അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓരോ കീവേഡും നേരത്തെ നിങ്ങളൊരു ഗൂഗിൾ സെർച്ച് കൺസോൾ കണ്ടില്ലേ? അതിൽ കാണുമ്പോൾ ചില കീവേഡ് 500 ഇംപ്രഷൻ അതിനകത്ത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഉപയോഗിക്കുന്ന കീവേഡിന് കോമ്പറ്റീഷൻ കൂടും. ഐഡിയ കിട്ടിയോ? ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ, കീവേഡ് ചുരുക്കൽ എത്ര കീവേഡ് നിങ്ങൾ ബിസിനസ്സായി ബന്ധപ്പെട്ട എല്ലാ കീവേഡും കണ്ടെത്തണം. ഇത് ഞാൻ പറഞ്ഞതല്ലേ. ഇങ്ങനെ ആരും ടൈപ്പ് ചെയ്യണ്ടാവില്ല, ഇങ്ങനെ ആരും സെർച്ച് ആരും അത് ചെയ്യണ്ടാവില്ല. ഉപയോഗിക്കണ്ടാവില്ല.
പക്ഷെ ടൈപ്പ് ചെയ്യാറുണ്ടല്ലോ ഞാൻ. നിങ്ങൾ ചിലതുണ്ടെന്ന് ഞാൻ പറഞ്ഞ ചില ടേമുകൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ട് ചിലർ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് റിസൾട്ട് വരില്ല. നമ്മളെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കോമ്പറ്റീഷൻ ഇല്ലാത്ത കീവേഡ് നമുക്ക് പെട്ടെന്ന് റാങ്ക് ചെയ്യാം. വേറെ നമ്മൾ കണ്ടന്റിൽ ഇട്ടാൽ മതി, റാങ്ക് ആയിക്കോളും. പക്ഷെ ആരത് ഉപയോഗിക്കില്ല. ചിലവരിപ്പോ ഞാൻ പറഞ്ഞത് ടോപ്പ് കോളേജസ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ കൊച്ചിൻ വിത്ത് നൈറ്റ് ക്ലാസ്സസ്, ഇങ്ങനെ ആരെങ്കിലും സെർച്ച് ചെയ്യോ? ചിലവരുണ്ടാവും. ചിലവര് വേണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൈറ്റ് ക്ലാസ്സിനൊക്കെ ഇത് ടോപ്പ് കോളേജ്, അങ്ങനെ വളരെ ലെങ്ത്. ക്ലിയർ ആയോ? അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ ടേമുകൾ പുള്ളി കണ്ടെത്തിയിട്ട് വരും. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതാണ് ഞാൻ ഒന്നും കൂടി ഒരു ജസ്റ്റ് ഒരു PPT-യിൽ കാണിച്ചതാണ് എന്താന്നുള്ളത്. ഇനി ഞാൻ പറയാൻ പോണ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പഠിച്ചത് ഓഫ് പേജ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ആണ്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ പറയും. എന്താണ് ഓഫ് പേജ്? നമ്മുടെ വെബ്സൈറ്റിലല്ലാണ്ട് മറ്റുള്ളവരുടെ സൈറ്റിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. നമ്മുടെ സൈറ്റിന്റെ റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ ഗൂഗിൾ അതും കൂടി കൺസിഡർ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു ഗൂഗിൾ കൺസിഡേഴ്സ് മോർ ദാൻ 250 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. അത് ഓൺലൈൻ മാത്രമല്ല, ഓഫ് പേജ് ഒപ്റ്റിമൈസേഷനും ഓൺ പേജ് ഒപ്റ്റിമൈസേഷനും കൂടിയിട്ടാണത്. ഒരു ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നതാണ് ലിങ്ക് ബിൽഡിംഗ്. ഒരു ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നതാണ് ലിങ്ക്. എന്താണ് ലിങ്ക് ബിൽഡിംഗ്? എന്താണ് ഇതിവിടെ ആരെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്ര സംസാരിക്കുന്നത്? ലിങ്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചാലാണ്ട് ലിങ്ക് ബിൽഡിംഗ് മനസ്സിലാവും. ലിങ്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു ബ്ലോഗ് ഉണ്ടാക്കി. ഓക്കെ, ഞാനൊരു പരിപാടി ചെയ്യാം. മ്യൂട്ട് ചെയ്യാണ് തൽക്കാലം. ശ്രുതിയുടെ അവിടെ നിന്നാണ് ശബ്ദം ട്ടാ, ഡോൺ വറി. അതായത് നിങ്ങൾ ഒരു ബ്ലോഗ് ഉണ്ടാക്കി. ഈ ബ്ലോഗിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു വേണമെങ്കിൽ ശ്രുതിനെ ഞാൻ വേറെ രീതിയിൽ ചെയ്യാം. ശ്രുതി ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. ശ്രുതി സ്ക്രീൻ ഷെയർ ചെയ്തേ. ഹലോ, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. ശ്രുതിയുടെ ആ ബ്ലോഗ് എടുത്തേ. പെട്ടെന്നോട്ടെ. ഹലോ, കേൾക്കണില്ലേ? ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താത്തി പയ്യെ താത്ത റൈറ്റ് സൈഡ്. ആദ്യം ടൂർ പാക്കേജ് ഒരു ഷിമ്പിൾ അത് ഓപ്പൺ ചെയ്തേ. കാണാം. ഇവിടെ നിങ്ങൾ സപ്പോസ് ഹിമാചൽ പ്രദേശ് ഷിംല എന്നില്ല, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തേ. അവിടെ അല്ല, താഴെ കണ്ടന്റിനകത്ത് ഹിമാചൽ ആദ്യത്തെ ലൈനിൽ ഷിംല കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. ഷിംല കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ മതി, വെറുതെ ക്ലിക്ക് ചെയ്യാം. അവിടെ ടൈപ്പ് ചെയ്യുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇനി നിങ്ങൾ വേറെ ഒരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് സൈറ്റ് ഓപ്പൺ ചെയ്തേ.
വേറെ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഓപ്പൺ ചെയ്യാം. ആയിട്ടുണ്ട് സർ. ഓപ്പൺ ചെയ്തോ, സൈറ്റ് ഓപ്പൺ ചെയ്യും. ആ. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഓക്കെ. ആ URL കോപ്പി ചെയ്തു സർ. ഇനി തൊട്ട് മുന്നത്തെ ടാബിലേക്ക് പോട്ടെ. ആ. ഇനി ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ കണ്ട, ഒരു ചെയിന്റെ കണ്ട, ആ പെന്നിന്റെ അടുത്ത് അവിടെ ക്ലിക്ക് ചെയ്യാം. തൊട്ട് മുകളില് അതെ, തൊട്ടപ്പുറത്തെ അതുണ്ട്, ഇൻസേർട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യും. ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യും. അപ്ലൈ അടിക്കുക. റൈറ്റ് സൈഡ് അപ്ഡേറ്റ് ചെയ്യാം. റൈറ്റ് സൈഡ് അപ്ഡേറ്റ് ചെയ്യും. അത് ക്യാൻസൽ ഇട്. ഇത് ക്യാൻസൽ കൊടു. നിങ്ങൾ ഇതിനെ റിഫ്രഷ് ചെയ്യാൻ ഒക്കെ പോയാലും ചെയ്ത്. റൈറ്റ് സൈഡ് അപ്ഡേറ്റ് ചെയ്താ. ഇനി ബാക്ക് പോട്ടെ. ഈ പേജിൽ തന്നെ ബാക്കിലേക്ക് വിടാം. അവിടെ ബാക്ക് അടിക്കുക. സ്ക്രീനിന്റെ ലെഫ്റ്റിൽ പോയിട്ട് വ്യൂ ബ്ലോഗ് എടുക്കുക. വെരി ഗുഡ്. ഇനി പൈ താഴേക്ക് താത്ത പയ്യേട്ടോ. റീഡ് മോർ ക്ലിക്ക് ചെയ്യാം. റീഡ് മോർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടേക്ക് മൗസ് വന്നേ കണ്ടോ? ലിങ്ക് കാണിച്ചു. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ബ്ലോഗിൽ നിന്നും എനിക്കൊരു ലിങ്ക് കിട്ടി. ശരിയാണോ? ഇതിനെയാണ് പറയണത് ലിങ്ക് ബിൽഡിംഗ്. ഇനി നിങ്ങൾ വീണ്ടും തൊട്ട് മുന്നത്തെ ടാബിൽ പോയിട്ട് ആ ലിങ്ക് ഡിലീറ്റ് ചെയ്തോളൂ. അതിന്റെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. ടൂർ പാക്കേജ് ഷിമ്മിൽ എടുക്കുക, ആ വേർഡ് ഡിലീറ്റ് ചെയ്തു. കാര്യം മനസ്സിലായോ? അതിന്റെ അർത്ഥം നമുക്കുടെ വെബ്സൈറ്റിലേക്ക് മറ്റുള്ളവരിൽ നിന്ന് എത്രയോ ലിങ്ക് കിട്ടണോ അത് നമുക്ക് നല്ലതാണ്. അതിനെയാണ് ലിങ്ക് ബിൽഡ് ചെയ്യുക എന്ന് പറയാ. അല്ലെങ്കിൽ അതിനെ പറയണതാണ് ബാക്ക് ലിങ്ക്. എന്താന്ന് മനസ്സിലായോ? അതിനെയാണ് ബാക്ക് ലിങ്ക് എന്ന് പറയാ. ക്ലിയർ? ഇല്ല? മനസ്സിലായി. ഷഹ്മ കിട്ടിയോ? ബാക്ക് ലിങ്ക്. അതിന്റെ പേര് അതിനെ പറയുന്നതാണ് ബാക്ക് ലിങ്ക്. നിങ്ങളെ SEO നേരത്തെ കാണിച്ചപ്പോൾ ടേം ഉണ്ട്, ബാക്ക് ലിങ്ക്, ലിങ്ക് ബിൽഡിംഗ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റ് ഉണ്ട്. നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത് ഉണ്ടാക്കിയ സൈറ്റാണ്. എല്ലാം കണ്ടന്റ് ഒക്കെ സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്നേക്കാളും കൂടുതൽ ബാക്ക് ലിങ്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ സൈറ്റ് ടോപ്പിൽ വരാനുള്ള ചാൻസ് കൂടുതലാ. ക്ലിയർ ആയോ? ഇല്ല? അതാണ് ഓഫ് പേജ് ആക്ടിവിറ്റി. ക്ലിയർ? അപ്പൊ നമ്മുടെ സൈറ്റ് നമുക്ക് എത്ര ബാക്ക് ലിങ്ക്, ചിലപ്പോൾ നമ്മുടെ വലിയ സൈറ്റുകൾക്കൊക്കെ നമ്മുടെ സൈറ്റിൽ നമ്മൾ ലിങ്ക് കൊടുക്കാറുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ ലിങ്ക് കൊടുക്കണം? നല്ല സൈറ്റാണ്, ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും. ചിലവരൊക്കെ കണ്ടിട്ടില്ലേ, റിവ്യൂ ഒക്കെ ഇടുമ്പോൾ കണ്ടിട്ടില്ലേ, കേരളത്തിലെ ടോപ്പ് 5 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ഇത്. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലിങ്ക് കിട്ടി. എന്തുകൊണ്ട്? നമ്മൾ അവർ ചൂസ് ചെയ്തു, വി ആർ ഗുഡ്. അപ്പൊ ഗൂഗിൾ മനസ്സിലാവാണ് നമുക്ക് ഒരുപാട് ബാക്ക് ലിങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സൈറ്റ് നല്ലതാണ്, നമുക്ക് നല്ല ക്രെഡിബിലിറ്റി ഉണ്ട്, നമ്മൾ വി ആർ പോപ്പുലർ എന്നാണ് അതിന്റെ മീനിങ്. മനസ്സിലായോ? ഇല്ല? ഇതിനെയാണ് ലിങ്ക് ബിൽഡ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിപ്പോ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന് എനിക്കൊരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ പലതരം ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യും. ബ്ലോഗുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ ഞാൻ എന്റെ സൈറ്റിലേക്ക് ലിങ്ക് ഇടും. ക്ലിയർ ആയോ? ഇനി ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മനസ്സിലായി.
ഏ അങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോഴേ നമ്മൾ എന്തായാലും അതിലൊന്ന് സെർച്ച് ചെയ്യും ഓരോ നല്ലതാണെന്ന് കാണുമ്പോ. അതെ. ഓരോ ആ വീഡിയോസുകൾ കാണുമ്പോൾ ആ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിയർ. ഇതിനാണ് ലിങ്ക് ബിൽഡ് ചെയ്യുക എന്ന് പറയാ. അതൊരു ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ ആണ്. അത് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ ചെയ്താലും അത് അങ്ങനല്ലേ കൺസിഡർ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. കുറച്ചും കൂടി ടെക്നിക്കൽ ഉണ്ട്. ഞാൻ അടുത്ത കുറച്ചുകൂടി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ ഇനി നിങ്ങളുടെ ബ്ലോഗിൽ നിന്നും എനിക്ക് ലിങ്ക് കിട്ടി. നിങ്ങളുടെ ഏത് വേർഡിൽ നിന്നാണ് നിങ്ങളുടെ ബ്ലോഗിന്റെ അകത്ത് ഒരുപാട് കോണ്ടന്റ് ഉണ്ട്. അത് ഏത് വേർഡിൽ നിന്ന് നിങ്ങൾ ലിങ്ക് കൊടുത്തേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റ്. ആ ടൈമിനെ പറയണതാണ് ആങ്കർ ടെക്സ്റ്റ്. ആങ്കർ ടെക്സ്റ്റ്. ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ആ ടൈമിനെ പറയുന്നതാണ് ആങ്കർ ടെക്സ്റ്റ്. ഈ ആങ്കർ ടെക്സ്റ്റ് നമ്മുടെ കീവേഡുമായി കുറച്ച് കണക്റ്റഡ് ആയിരിക്കണം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അതിന് അഡ്വാൻറ്റേജ് കിട്ടും. ആങ്കർ ടെക്സ്റ്റ് കുറച്ചും കൂടി കണക്റ്റഡ് ആയിരിക്കണം. മനസ്സിലായോ? Yes, sir. എന്താണ് ആങ്കർ? അപ്പൊ നമ്മൾ ഞാൻ നിങ്ങൾക്ക് ഈ ആങ്കർ ടെക്സ്റ്റ് ഓരോന്ന് ടേമുകൾ ഓരോ കൊണ്ടുവരാണ്. ആങ്കർ ടെക്സ്റ്റ്, ബാക്ക് ലിങ്ക്, SERP. നിങ്ങൾ എവിടെയെങ്കിലും എന്തിനെങ്കിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് അവർ പറയണത് ലാംഗ്വേജ് എന്താ. ഇനി നിങ്ങൾ ഓരോ പ്രൊജക്റ്റും ഓരോ ചാലഞ്ചാണ്. ഒരു പ്രൊജക്ട് ചെയ്തുമ്പോൾ അടുത്ത പ്രൊജക്ട് ഈസി ആവില്ല. ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് കിട്ടാണ് എങ്ങനെ തുടങ്ങാം. നമ്മൾ ഒരു പ്രൊജക്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്താണ് എക്സ്പെർട്ട് ആവുക. എക്സ്പെർട്ട് എന്ന് പറയുന്നത് കേട്ടാ ഇന്ന് പഠിച്ച് ഇന്ന് തന്നെ എക്സ്പെർട്ട് ആവില്ല. വർക്കുകൾ ചെയ്താണ് എക്സ്പെർട്ട് ആവുന്നത്. അതുകൊണ്ടാണ് അവർ എക്സ്പെർട്ട് എന്ന് വിളിക്കുന്നത്. അവര് പലതരം പ്രൊജക്ടുകൾ ചെയ്ത് പലതരം അനുഭവങ്ങൾ ഉണ്ടാവും അവർക്ക്. അവരാണ് എക്സ്പെർട്ട് എന്ന് വിളിക്കുക. ശരിയാണോ? അതെ. ഇപ്പൊ ശ്രുതി എത്ര നാളെ ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്യണു? 7 വർഷം. 7 വർഷമായി. ചെന്ന പോലത്തെ നോളജ് ആണ് ഇപ്പൊ? അല്ല. അതിങ്ങനെ അത് എക്സ്പീരിയൻസ്. അത് അവിടെയാണ് ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും വർഷം ഈ ഫീൽഡിൽ ഫോക്കസ് ചെയ്യായിരുന്നു. എനിക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ചാൻസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോയില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കി, അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കി. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിപ്പിക്കുന്നു, പ്രൊജക്റ്റുകൾ ചെയ്യുന്നു. ഇന്ന് തന്നെ എനിക്ക് പുതിയ 2 ക്ലയന്റിനെ കിട്ടി. 2 ക്ലയന്റുമായിട്ട് മീറ്റിംഗ് ഉണ്ടായി. അതിന്റെ പ്രൊജക്റ്റുകൾ ചെയ്തു. അതിന്റെ റിപ്പോർട്ടുകൾ ഞാൻ പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി. കുട്ടികളുടേതായ കുറെ ചോദ്യങ്ങൾ. ഓരോരുത്തർക്കും ഓരോ ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാം ചോദിക്കുന്നു പറയുന്നത്. എന്തും ചോദിക്കുന്നു പറയണതാ. എന്താണ് ബാക്ക് ലിങ്ക് എന്ന് മനസ്സിലായോ? എന്താണ് ആങ്കർ ടെക്സ്റ്റ് എന്ന് മനസ്സിലായോ? എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലായോ? മനസ്സിലായി. നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടി. എനിക്കറിയാം ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് എനിക്ക് ലിങ്ക് കിട്ടിയെന്ന് അറിയാം. അതെങ്ങനെ അറിയും? സെർച്ച് കൺസോൾ വെച്ചിട്ട്. എങ്ങനെ? എവിടുന്നാണ് കിട്ടിയെന്നല്ലേ ചോദിച്ചത്? സെർച്ച് കൺസോൾ നമുക്ക് അറിയാൻ പറ്റില്ല എത്ര ക്ലിക്സ് കിട്ടി. എത്ര ക്ലിക്സ് കിട്ടി, എത്ര ക്ലിക്ക് അല്ല, എത്ര ലിങ്ക് കിട്ടി, എത്ര ബാക്ക് ലിങ്ക് കിട്ടി. എന്റെ സൈഡിന് ഇത്ര ബാക്ക് ലിങ്ക് ഉണ്ട്, എവിടെ കണ്ടുപിടിക്കും? ഓക്കെ, അതിനുള്ളതാണ്. ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യാം. ആ ഗൂഗിൾ സെർച്ച് കൺസോൾ എടുക്കുക. എടുത്തു സർ. ലോഗിൻ ചെയ്. സ്റ്റാർട്ട് നൗ അടി.
ഇനി ഇപ്പൊ ഈ സ്ക്രീന് ലെഫ്റ്റിലേക്ക് താഴേക്ക് താത്തേ. അവിടെ ലിങ്ക് എന്നുണ്ട്, ലിങ്ക്. അവിടെ ക്ലിക്ക് ചെയ്യാ. നിങ്ങൾ ഏതെടുത്ത് ബ്ലോഗർ എഴുതുക. അപ്പൊ ഈ താഴേക്ക് താത്തിയേ. ഒരു സെക്കൻഡ് കേട്ടോ, നിങ്ങളുടെ അതിൽ കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ ഇതിലേക്ക് നോക്കട്ടെ. എല്ലാരും ശ്രദ്ധിക്കുക. കണ്ട, എക്സ്റ്റേണൽ ലിങ്ക്സ്. എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ ലിങ്ക്സ് ഫ്രം ഔട്ട്സൈഡ് യുവർ പ്രോപ്പർട്ടി ടു യുവർ പ്രോപ്പർട്ടി. ഓക്കെ, എനിക്ക് ഏതൊക്കെ പേജിലേക്കാണ് ലിങ്ക് കിട്ടിയത്? ഇന്റേണൽ ലിങ്ക്സ്, ടോപ്പ് ലിങ്കിങ് സൈറ്റ് കണ്ടോ? ഇവിടെ കണ്ടോ? എനിക്ക് എവിടെ നിന്നൊക്കെ ലിങ്ക് കിട്ടി? ഇതിലൊരു സൈറ്റ് പറഞ്ഞിട്ടുണ്ട് ILTjobs.com എനിക്ക് ലിങ്ക് കിട്ടിയിട്ടെന്ന് പറയണേ. അപ്പൊ ഞാൻ വേണമെങ്കിൽ ILTjobs.com എടുക്കാം. അവിടെ കാണാൻ പറ്റും. ഇത് എന്റെ തന്നെ സൈറ്റാ, എന്റെ തന്നെ ജോബ് സൈറ്റ് ആണ്. കണ്ടോ? ഇത് എക്സ്ക്ലൂസീവ് ജോബ് സൈറ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ. ചിലപ്പോൾ ഇവിടെ കാണും എന്താണ് പ്രൈവറ്റ് SEO ട്രെയിനിങ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പോണേ? എന്റെ സൈറ്റിലേക്കാണ് പോണേ. അതിന്റെ അർത്ഥം എനിക്ക് ആ ജോബ് സൈറ്റിൽ നിന്നും എനിക്ക് ലിങ്ക് കിട്ടി. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഗൂഗിളിൽ നിന്ന് കിട്ടി. iBotSolutions.com എഗെയിൻ എന്റെ സൈറ്റ് ആണ്. സാർ ഇതെല്ലാം സൈറ്റുകളാണോ? സാർ ചെയ്തു വെച്ചിരിക്കുന്ന സൈറ്റുകളാണോ? അല്ലല്ല, എനിക്ക് പലയിടത്തും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഞാൻ ആപ്പിൾ കാണിച്ചിട്ടുണ്ട് ഇവിടെ അല്ലെ. എന്തുകൊണ്ടാണ്? എന്റെ മൊബൈൽ ആപ്പ് ഞാൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ഗൂഗിളിൽ നിന്നാണെങ്കിൽ ചിലപ്പോ വേണമെങ്കിൽ നമ്മുടെ ഗൂഗിളുമായി ബിസിനസ്സിലൊക്കെ നമ്മൾ കിടക്കുന്നത്. അതാണ് അവിടെ നിന്ന് കാണിക്കുന്നത്. മനസ്സിലായോ? ഇല്ല, മനസ്സിലായി. ക്ലിയർ ആയി? അപ്പൊ എവിടെ നിന്നൊക്കെയാണ് എവിടെയൊക്കെ നമ്മുടെ ലിങ്ക് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇനിയിപ്പോ iBot Solutions, ഇവിടെ നമ്മൾ എന്റെ 15 വർഷം മുന്നേ ചെയ്ത വെബ്സൈറ്റും കാര്യങ്ങളാണ്. അത് ഇപ്പോഴും ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോണതാ. ഇവിടെ എനിക്ക് ലിങ്ക് ഉണ്ടാവും. അവിടെ ചിലപ്പോൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കൊച്ചി, ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കേരള. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? അപ്പൊ എനിക്ക് iBot Solution ലിങ്ക് കിട്ടി. എന്താണ് ലിങ്ക് ബിൽഡിംഗ് എന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ ഈ ഡേറ്റ 1 മന്തിന്റെ ഡേറ്റ ആയിരിക്കും. അത് നമുക്ക് ആദ്യം കാണിക്കുന്ന ലിങ്ക് നമുക്ക് ഇപ്പൊ എവിടെ നിന്നൊക്കെ ലിങ്ക് ഉണ്ടോ അതൊക്കെ കാണിക്കും. 1 മന്ത് ആയിട്ട് അത് യാതൊരു ബന്ധമില്ല. നിങ്ങൾക്ക് നാളെ ഒരു ലിങ്ക് കിട്ടി, അത് ചിലപ്പോ 2-3 ദിവസം കഴിയുമ്പോൾ കൂടെ കാണിക്കും. ഇത് ഏതൊക്കെ പേജിലേക്കാണ് ലിങ്ക് പോയിരിക്കുന്നത്? അതാണ് ടോപ്പ് ലിങ്ക്ഡ് പേജസ്. ചിലത് നമ്മുടെ ഹോം പേജിലേക്കായിരിക്കും നമ്മൾ ലിങ്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? ഇത് ഇന്റേണൽ ലിങ്ക്സ്. നമ്മുടെ സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ നമ്മുടെ സൈറ്റിന്റെ വേറെ ഭാഗത്തേക്ക് ലിങ്ക് കൊടുക്കും. അതിനാണ് ഇന്റേണൽ ലിങ്ക്സ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേണൽ ലിങ്ക്സ് മനസ്സിലായില്ലല്ലോ? ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങളെല്ലാം കണ്ട് വിശ്വസിച്ചാൽ മതി. ഇവിടെ കണ്ട ഒരു ഹയർ മീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എനിക്ക് എന്റെ ഒരു പേജ് ഉണ്ട്. ഇത് എന്റെ ഡീറ്റെയിൽസ് ആണ്, എന്റെ പ്രൊഫൈലാണ്. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതാം എബൌട്ട് അസ്. ഞാനത് ചെയ്തിട്ടില്ല. എബൌട്ട് അസ് എനിക്ക് വേണമെങ്കിൽ എഴുതാം ഇതിന്റെ CEO ഫൗണ്ടർ എന്ന് പറഞ്ഞ എന്റെ പേര് എഴുതാം. ഓക്കെ, ഈ പേര് എഴുതി കഴിഞ്ഞ് വേണമെങ്കിൽ ആ പേരിന്റെ അവിടെ ലിങ്ക് കൊടുക്കാം. അപ്പൊ വേണമെങ്കിൽ ഹയർ ആ പേജിലേക്ക് പോകും. അത് എന്റെ സൈറ്റിൽ നിന്ന് എന്റെ സൈറ്റിലേക്ക് തന്നെ ലിങ്ക് കൊടുക്കാം. അതാണ് ഇന്റേണൽ ലിങ്ക് ബിൽഡിംഗ്.
ഇന്റേണൽ ലിങ്ക് ബിൽഡിംഗ്, എക്സ്റ്റേണൽ ലിങ്ക് ബിൽഡിംഗ്. എക്സ്റ്റേണൽ ലിങ്ക് വന്നിട്ടാ ഔട്ട്സൈഡ് യുവർ പ്രോപ്പർട്ടി. മനസ്സിലാവുണ്ടോ? ഇന്റേണൽ ലിങ്ക് ബിൽഡിംഗ്, എക്സ്റ്റേണൽ ലിങ്ക് ബിൽഡിംഗ്. ക്ലിയർ ആയോ? എന്താണ് ലിങ്ക് ബിൽഡിംഗ്? ഗൂഗിൾ സെർച്ച് കൺസോളിൽ എങ്ങനെയാണ് ഇത് കാണാൻ പറ്റുക? ക്ലിയർ ആയോ? സർ. ക്രിസ്റ്റൽ ക്ലിയർ ആണോ? എന്താണ് ലിങ്ക് ബിൽഡിംഗ് മനസ്സിലായോ? എങ്ങനെയാണ് ലിങ്കുകൾ കണക്ട് ചെയ്യുക? ഇനി നിങ്ങൾക്ക് ഈ ലിങ്ക് ബിൽഡിംഗ് നിങ്ങൾ കൃത്യമായി നോക്കണം. എവിടെ നിന്നൊക്കെയാണ് ലിങ്ക് വന്നിരിക്കുന്നത്? നമുക്കൊരു സ്പാം സൈറ്റിൽ നിന്നാണ് ലിങ്ക് വന്നെങ്കിൽ നമ്മുടെ റാങ്കിങ്ങിനെ അത് ബാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അതെങ്ങനെ അനലൈസ് ചെയ്യും നമ്മള് അത് ഫ്രോഡ് ആയിരുന്നു? ചില സൈറ്റിൽ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും നിറച്ച് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ഉണ്ടാവും, സൈറ്റ് ലോഡ് ആവില്ല. അല്ലെങ്കിൽ അതിൽ കണ്ടന്റുകൾ എടുത്ത് നോക്കുമ്പോൾ കാണാം ചിലപ്പോൾ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, നല്ല ലേ ഔട്ട് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എടുത്ത് നോക്കും. നിങ്ങളിപ്പോ ഓരോ സൈറ്റുകൾ എടുത്ത് നോക്കണം ഏതൊക്കെ സൈറ്റിനാണ് ലിങ്ക് വന്നേക്കണേ. ക്ലിയർ ആയോ? ഇല്ല. അപ്പൊ ഒരു ഫ്രോഡ് സൈറ്റിൽ നിന്ന് വന്നു. ചില സ്പാം സൈറ്റ് ഉണ്ടാവും, വൈറസ് ഉള്ള സൈറ്റ് ഉണ്ടാവും. ചില സൈറ്റ് നിങ്ങൾ നെറ്റിൽ എടുത്ത് നോക്കുമ്പോൾ പറയും ഡോണ്ട് ഓപ്പൺ ദി സൈറ്റ്, ഇറ്റ് ഇസ് അഫക്റ്റഡ് ബൈ വൈറസ് എന്ന് കാണിക്കും. ആ സൈറ്റ് നമുക്ക് ലിങ്ക് വന്നു. അപ്പൊ നമ്മുടെ സൈറ്റ് ഒരു മോശം സൈറ്റിൽ നിന്നാണ് ലിങ്ക് വന്നെങ്കിൽ നമ്മുടെ റാങ്കിനെ ബാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ കൊണ്ടുപോയി നമ്മുടെ സൈറ്റ് ഒരു റോങ് സ്ഥലത്തോട്ട് ഇട്ടു, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും? വേറെ ആളുടെ സൈറ്റിലല്ലേ കിടക്കണേ? അതെല്ലാം ചോദിച്ചേ. ഇപ്പൊ നിങ്ങളുടെ ബ്ലോഗിൽ എന്റെ സൈറ്റ് ലിങ്ക് കൊണ്ടിട്ടു. നിങ്ങളുടെ ബ്ലോഗിലുള്ള കണ്ടന്റ് അവിടെ നിന്ന് കോപ്പി അടിച്ചിട്ട് നല്ല സൈറ്റ് അല്ല. നിങ്ങളുടെ ബ്ലോഗിലാണ് എന്റെ ലിങ്ക് എടുക്കണം, എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? പറയൂ. നിങ്ങളുടെ കയ്യിലാണ് അതിന് ലോഗിൻ ആക്സസ്, എനിക്ക് പറ്റുമോ? ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണോ? എന്റെ കയ്യിലില്ല. ഞാൻ നല്ല രീതിയിൽ സൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, SEO ഒക്കെ ചെയ്തു. പക്ഷെ എന്റെ കോമ്പറ്റീറ്റർ എന്തോ ഇങ്ങനത്തെ സൈറ്റ് കൊണ്ടിട്ട്. അപ്പോ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഗൂഗിളിന്റെ അടുത്ത് പറയാം ഈ പറയുന്ന സൈറ്റുകളിൽ നിന്നുള്ള ലിങ്കുകൾ ഗൂഗിൾ കൺസിഡർ ചെയ്യണ്ട. അതിനുള്ള ടൂളാണ് ഡിസ്വൗ ടൂൾ എന്ന് പറയും. ഡിസ്വൗ ടൂൾ. അതായത് ഫ്രോഡിനെ അത് ഐഡന്റിഫൈ ചെയ്ത് തരുമോ? എങ്ങനെയാ സർ? ഫ്രോഡല്ല. നിങ്ങൾക്ക് തോന്നുകയാണ് a.com എന്ന് പറഞ്ഞ സൈറ്റില് നമ്മുടെ ലിങ്ക് കിടക്കുന്നുണ്ട്, ആ സൈറ്റ് നല്ലതല്ല. നമുക്ക് ഗൂഗിളിന്റെ അടുത്ത് പറയാം ഈ സൈറ്റിൽ നിന്നുള്ള ലിങ്ക് വന്നിട്ടുണ്ട്, ഗൂഗിൾ ഈ ലിങ്ക് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. അപ്പൊ പിന്നെ ഗൂഗിളെ ലിങ്ക് കൺസിഡർ ചെയ്യില്ല. അത് കൺസിഡർ ചെയ്യാനുള്ള ഒരു ടൂളാണ് ഡിസ്വൗ. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഡെഫിനിഷൻ ഓഫ് ഡിസ്വൗ SEO means to discard harmful links pointing to your site. എന്ത് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കണേ? ക്ലിയർ ആണോ? If you believe your site's ranking is damaged by low quality links you do not control, കണ്ട കൃത്യം പറഞ്ഞിട്ടുണ്ട്. You can ask Google not to take them to account when assessing your site by disavowing your backlink.
ക്ലിയർ ആയില്ല? മനസ്സിലായി. Clear, sir. മനസ്സിലായി. ക്രിസ്റ്റൽ ക്ലിയർ ആണോ? അതെ. നിങ്ങളൊരു കമ്പനി ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ പറയണം, ഡോണ്ട് വറി, ലെറ്റ്സ് അപ്ലൈ ഡിസ്വൗ. ഞാനത് എങ്ങനെയാന്ന് അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഡിസ്വൗ ലിങ്കിലൂടെ സിമ്പിൾ കാര്യമാണ്. നമ്മുടെ നോട്ട് പാഡിൽ ആ ലിങ്കുകൾ മെൻഷൻ ചെയ്യുക, ഗൂഗിളിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളത്. സിമ്പിൾ കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? യു ആർ ആൻ SEO എക്സ്പെർട്ട്. നിങ്ങൾ എവറി ഡേ യു ഹാവ് ടു ചെക്ക് യുവർ ഗൂഗിൾ സെർച്ച് കൺസോൾ. സൈറ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ? സൈറ്റിന്റെ കീവേഡ് ഒക്കെ കയറി വരുന്നുണ്ടോ? എവിടെ നിന്നൊക്കെയാണ് ലിങ്ക് കിട്ടുന്നത്? എത്ര വിസിറ്റർ കിട്ടി? അതുപോലെ പുതിയ പുതിയ കീവേഡുകൾ എത്ര ഇംപ്രഷൻ ഉണ്ട്? നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമുക്ക് പുതിയ പുതിയ കീവേഡുകളെ കണ്ടെത്താം. അപ്പൊ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണ്, SEO എക്സ്പെർട്ട് ആണെങ്കിൽ എവറി ഡേ നിങ്ങൾ ഗൂഗിൾ സെർച്ച് കൺസോൾ ചെക്ക് ചെയ്യണം. ഐഡിയ കിട്ടിയോ? എന്താണ് ഡിസ്വൗ, എന്താണ് ബാക്ക് ലിങ്ക്, എന്താണ് ഓഫ് പേജ്, എന്താണ് ഓൺ പേജ്, എന്താണ് ഓർഗാനിക് ട്രാഫിക്, എന്താണ് SEO? Yes, sir. ഇനി നിങ്ങൾ ഇന്നൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി, ഗൂഗിൾ ഇന്ന് തന്നെ ഇൻഡെക്സ് ചെയ്യില്ല. ഗൂഗിൾ ഇൻഡെക്സ് ചെയ്തോ ഇല്ല എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ അല്ലേ? സൈറ്റ് internetleadstraining.com. ഇത് എന്റെ സൈറ്റാണ്, എനിക്കറിയാൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലിങ്കുകൾ കാണുന്ന ഇതൊക്കെ നമ്മുടെ സൈറ്റുകളാണ്. അതിനർത്ഥം ഇത് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു സൈറ്റ് കാണിച്ചത് internetleadstraining1.com. കണ്ടോ? ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. അങ്ങനെ സൈറ്റ് ഇല്ല. അപ്പൊ ഇൻഡെക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. ഇൻഡെക്സ് ചെയ്താൽ മാത്രമാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ് വരൂ. കണ്ടോ? ഇത് ഹോം പേജ് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്, ഇത് അടുത്ത പേജ് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്. ഓരോ പേജുകൾ എത്ര പേജ് ഉണ്ടോ അതെല്ലാ പേജുകളും ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്. ഓരോരോ പേജസുകളാ. കാരണം ഇത് കോണ്ടാക്ട് പേജാ, ഇത് ഗൂഗിൾ ആഡ്വേർഡ്സ് അനലിറ്റിക്സ് പേജ് ആണ്. ക്ലിയർ ആയോ? നമുക്കിപ്പോ ഒരു 10 പേജ് ഉണ്ടോ, നമ്മുടെ എല്ലാ പേജും ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യണം. അതെങ്ങനെയാണ് ഓരോ പേജ് ഇൻഡെക്സ് ചെയ്യാന്നുള്ള അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരും. ഡിസ്വൗ ടൂൾ, ഇൻഡെക്സിങ്, സൈറ്റ് മാപ്പ്, robotic.txt, ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ കുറെ ടെക്നിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരും. അപ്പൊ നിങ്ങൾ കുറെ PDF അയച്ചേർന്നേ. ഇതിന്റെ PDF മറ്റേ നേരത്തെ കാണിച്ചതന്നെയാണോ? സാർ PDF കാണിച്ചില്ലേ? അത് PDF അല്ല PPT? PPT. സോറി സർ. നോ വറീസ്. ക്ലിയർ ആയ? കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് SEO, എങ്ങനെയാണ് ഗൂഗിൾ വർക്ക് ചെയ്യണം, എങ്ങനെയാണ് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യണം, എന്താണ് ഗൂഗിളിന്റെ അൽഗോരിതം, എന്താണ് SCRP? ഇത് നിങ്ങൾ ഒന്നും കൂടി കേൾക്കുക, ഒന്നും കൂടി അപ്ലൈ ചെയ്യുക, ഒന്നും കൂടി കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക. ശരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാൻ അടുത്ത ടോപ്പിക് എടുക്കുമ്പോൾ അതിനും ഒരുപാട് പഠിച്ചു പോകും. ക്ലിയർ? ഓക്കെ. അപ്പൊ നമുക്ക് see you Monday. ഞാൻ ഇതിന്റെ വീഡിയോസ് അയച്ചു തരാം കേട്ടോ. ഓക്കെ സർ. ഓക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്, ഹാപ്പി വീക്കെൻഡ്. ഗുഡ് നൈറ്റ് സർ.